ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാൻഡ്മെയ്ഡ് ടെയിൽസ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഷി തീർന്ന പേനകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ സ്പോഞ്ച് ബ്രഷ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ സ്പോഞ്ചായിട്ട് എടുത്തിരിക്കുന്നത് കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ്. ഇതിനായി നമ്മൾ ആദ്യം ഈ സ്പോഞ്ച് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കോർണറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് അത് എല്ലാ ഭാഗവും ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാം. അതൊരു അലാം ബട്ടണിൻ്റെ പോലെ, അതായത് ഓൾ ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തരിക. ഞാൻ അതെല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ 3 സൈസിൽ സ്പോഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത സ്പോഞ്ചിൻ്റെ ഒരു ഭാഗത്ത് സെൻറ്ററിലായിട്ട് നമുക്കൊരു ചെറിയ കട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമുക്ക് പെൻ സ്റ്റിക്കിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ചെയ്ത് കഴിയുമ്പം ഇത് ഊരിപ്പോരത്തൊന്നുമില്ല, നല്ല സേഫായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തിരുന്നു. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത സ്പോഞ്ചെല്ലാം നമുക്കിനി സെറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പെന്നിൻ്റെ ക്യാപ്പ് മാറ്റിയ ഭാഗത്തേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സെറ്റ് ചെയ്യണം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫെവി ബോണ്ട് പകരമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല നമുക്ക് ഡിസ്പോസിബിൾ റേസറിൻ്റെ സ്റ്റിക്ക് പോലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതും ഒരെണ്ണം ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്തും റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലത്. നമ്മൾ വലിച്ചെറിയുന്നതിന് മുന്നേ ഇതുകൊണ്ട് എന്തുണ്ടാക്കാം എന്ന് തിങ്ക് ചെയ്യണം. അതുപോലെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് സ്പോഞ്ച് ബ്രഷ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്നും പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല. ഇത് നമുക്ക് കുട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യുന്നവർക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷ് ടെക്സ്ചറായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് സ്പോഞ്ച് ബ്രഷ് കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ എളുപ്പമല്ലേ. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് സ്പോഞ്ച് ബ്രഷ് വാങ്ങാൻ കടയിലൊന്നും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. ഇതെല്ലാം എനിക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുഞ്ചിരിയും മൗനവും 2 മഹത്തായ വിദ്യകളാണ്. ഒന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മറ്റൊന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു. നല്ലൊരു വാചകങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.